എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് 8ാം ക്ലാസ്സിന്റെ പാഠം പഠിപ്പിക്കാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ ദോഹയാണ് നമുക്കിനി പഠിക്കാനുള്ളത്, അല്ലയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിരുന്നു ബാത്തൂസ് മംഗൾവാർ, അല്ലേ? അത് ഒരു ഡയറി കുറിപ്പായിരുന്നു. ഇപ്പൊ ദോഹ എന്ന് പറഞ്ഞാൽ ഈരടികൾ. ദോഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈരടികൾ. 2 വരിയാണ് ആ ഒരു ദോഹ എന്ന് പറയുന്നത്. പ്രാചീന കവികളായ കബീർദാസിന്റെയും റഹീമിന്റെയും ഓരോ ദോഹകളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്, കേട്ടോ. അപ്പൊ നോക്കിക്കോ. ഇപ്പൊ ദോഹ എന്താണ് അർത്ഥം? ഈരടികൾ. അപ്പൊ ആദ്യം നമുക്ക് കബീർദാസിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഹിന്ദി സാഹിത്യക്കെ സന്ത ശിരോമണി. അപ്പൊ നമ്മുടെ കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ സന്യാസി ശ്രേഷ്ഠനാണ്, അല്ലേ? സന്ത ശിരോമണി എന്ന് പറഞ്ഞാല് സന്യാസി ശ്രേഷ്ഠനാണ് ഈ നമ്മുടെ കബീർദാസ് എന്ന പ്രാചീന കവി. ആപ്ക ജീവൻകാൽ 15वीं सदी में था. അദ്ദേഹത്തിന്റെ ജീവിതകാലം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്നായിരുന്നു? 15ാം നൂറ്റാണ്ടിലായിരുന്നു. 15वीं सदी में था, 15ാം നൂറ്റാണ്ടിലായിരുന്നു. ആ കവി ഹി നെഹി, അദ്ദേഹം കവി മാത്രമല്ല, സമാജ സുധാരക ഭീത്തെ, സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു, അല്ലയോ? അപ്പൊ അദ്ദേഹം കവി മാത്രമല്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു. നീരു ഓർ നീമ നാമക്ക് ജുലാഹിർ ദമ്പതിയെ ആപ്ക പാലൻ പോഷൺ കിയ. നീരു നീമ എന്ന വസ്ത്രം നെയ്ത്തുകാരായ ജുലാഹ വസ്ത്രം നെയ്ത്തുകാരായ ദമ്പതിമാരാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത്. അക്ക പാലൻ പോഷൺ കിയ, പാലൻ പോഷൺ സംരക്ഷിക്കുക. ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ജന്മം നൽകിയത്. കാശിക്കടുത്തുള്ള ലഹർത്താര എന്ന കുളക്കടവില് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അവിടെ നിന്നാണ് ഈ ആളുകൾക്ക് ഈ വസ്ത്രം നെയ്ത്തുകാർക്ക് നീരു നീമയും എടുത്തുകൊണ്ട് പോയി വളർത്തുന്നത്, കേട്ടോ. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ആപ്കെ ഗുരു കാ നാം രാമാനന്ദ് ഹെ. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് എന്തായിരുന്നു? രാമാനന്ദ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരെന്താണ്? രാമാനന്ദ്. ആപ്കി വാണി കാ സംഗ്രഹ് ബീജക് നാം സെ പ്രസിദ്ധ ഹെ. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ സംഗ്രഹം എന്താണ്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബീജക് എന്ന പേരുള്ള ഗ്രന്ഥത്തിലാണ്. അപ്പൊ ബീജക് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ രചനകളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ജിസ്കെ 3 ഭാഗ് ഹെ. ഈ ബീജക് എന്ന ഗ്രന്ഥത്തിന് 3 ഭാഗമുണ്ട്. എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. സാക്കി, സബദ് ഓർ രമൈനി. എന്തൊക്കെയാണ്? സാക്കി, സബദ് ഓർ രമൈനി. ആപ്കോ ശാന്തിമയ ജീവൻ പ്രിയത. അദ്ദേഹം വളരെ സമാധാനപ്രിയനായിരുന്നു. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അഹിംസ, സത്യ, അത്യാചാർ ആദി ഗുണോം കെ സദാചാർ ആദി ഗുണോം കെ പ്രശംസകത്തെ. അപ്പൊ അഹിംസ, സത്യം, സദാചാരം, നല്ല പെരുമാറ്റം, ഈ ഗുണങ്ങളിലൊക്കെ പ്രശംസ അർഹിച്ച വ്യക്തിയായിരുന്നു ആര്? ഈ കബീർദാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദോഹ നോക്കിക്കോ. ബെഡാ ഹുവാത്തോ ക്യാ ഹുവ. അദ്ദേഹം ചോദിക്കുന്ന എന്താണെന്നറിയാവോ? വലുതായത് കൊണ്ട് എന്തുണ്ടായെന്ന്. ജൈസെ പേട് ഖജൂർ, ഈന്തപ്പന പോലെ വലുതായത് കൊണ്ട് എന്തുണ്ടായി? പംതിക്കോ ഛായാന്യഹി, വഴിയാത്രക്കാരന് തണലില്ല. ഫലാലാഗൈ അതിദൂർ, പഴങ്ങളോ അതിദൂരം, വളരെ ദൂരം. ഇപ്പൊ എന്താണ് പറഞ്ഞത്? നിങ്ങളൊക്കെ വലുതാകുന്നു, അല്ലയോ? വളർന്ന് വലുതാകുമ്പോൾ എന്തു പ്രയോജനമാണ് മറ്റുള്ളവർക്കുണ്ടാകേണ്ടുന്നത്? അതാ ചിന്തിക്കേണ്ടുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. വലുതായത് കൊണ്ട് എന്തുണ്ടായി, അല്ലയോ? വളർന്നങ്ങ് പോകുന്നു, അല്ലെ? പ്രായമേറി പോകുന്നു. എന്ത് ഗുണമാണ് വീടിനും നാടിനും ഉണ്ടായത്?
അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നതാണ് ഈന്തപ്പന പോലെ അങ്ങ് വലുതായതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഖജൂർ എന്താണ്? ഈന്തപ്പന അല്ലയോ? വളരെ പൊക്കത്തിൽ ചെന്നിട്ട് എന്ത് ഫലങ്ങള് ഉണ്ടാകുന്നത്. നമുക്ക് ഇവിടെ എന്നോട് നോക്കാനല്ലേ ഒക്കത്തുള്ളു അല്ലയോ? ഒരു ഈന്തപ്പഴം തിന്നണമെന്ന് വിചാരിച്ച് നടക്കുവോ? ഇല്ല, കാരണം അത് വളരെ ഉയരത്തിലാണ്. അങ്ങനെ പോയത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? ആ വൃക്ഷത്തിന് എന്തോ പ്രയോജനമുണ്ട്? പംതിക്കോ ചായാനേഹി, വഴിയാത്രക്കാരന് തണലില്ല. അതങ്ങനെ നീളത്തിൽ അങ്ങ് പോകുകയാണ് അല്ലയോ? പടർന്ന് പന്തളിച്ച് നിൽക്കുന്നുണ്ടോ? വഴിയാത്രക്കാരന് തണല് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടോ അതിന്? ഇല്ല. പംതി, എന്താ പംതി എന്ന് പറഞ്ഞാല്? വഴിയാത്രക്കാരൻ. ഛായ നാഹി, ആ ഭാഷ പ്രാചീന ഭാഷയാണ്. അതാണ് നാഹി എന്ന് പറഞ്ഞാൽ നെഹി, ഇല്ല. വഴിയാത്രക്കാരന് തണലില്ല. ഫൽ ലാഗെ അതിദൂർ, പഴങ്ങളോ വളരെ ദൂരെയാണ് അല്ലയോ? ഒരുപാട് പൊക്കത്തിൽ നിൽക്കുന്ന മരം അല്ലയോ? അങ്ങ് മുകളിൽ ചെന്നിട്ട് എന്താണ് പഴങ്ങളൊക്കെ പിടിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ ഈന്തപ്പന പോലെ വളർന്നു പോയത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന രീതിയിലായിരിക്കണം വളർച്ച. അതാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം മാത്രമാണ് എന്ത്? ഈന്തപ്പന കേട്ടോ. അപ്പൊ ഈന്തപ്പന അവിടെ ഉദാഹരണം മാത്രമാണ്. ഒന്ന് പറഞ്ഞത് എന്താണ്? വഴിയാത്രക്കാരന് തണലില്ല. മറ്റൊന്ന് പറഞ്ഞതോ പഴങ്ങളൊക്കെ ഒരുപാട് ദൂരെ. ഇതാണ് പറഞ്ഞത്. അപ്പോൾ കബീറിന്റെ ഈ ദോഹയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ വലിപ്പം കൊണ്ട് ഒരു മഹത്വമില്ല അല്ലയോ? വലിപ്പം കൊണ്ട് ഒരു മഹത്വമില്ല. സൽപ്രവൃത്തി അല്ലെ? പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ വലിപ്പം അല്ലെ? എല്ലാവർക്കും നല്ല കാര്യങ്ങൾ, നന്മ മാത്രം ചെയ്യുക. അതാണ് ആരുദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രാചീന കവിയായ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ സന്യാസി ശ്രേഷ്ഠൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം മാത്രമാണ്. എല്ലാ സൽപ്രവൃത്തികളിലൂടെയുള്ള വളർച്ചയാണ് ഏറ്റവും നല്ല വളർച്ചയെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ദോഹ അത്രേ ഉള്ളൂ. അപ്പൊ ഒരൊറ്റ ദോഹയേ ഉള്ളൂ. അവരുടെ ദോഹകളിലൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വളരെ ദീർഘദൃഷ്ടിയുള്ളവരാണ്, വളരെ ജ്ഞാനികളായിരുന്നു ഇവർക്കൊക്കെ. അപ്പൊ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഉള്ള ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരുന്നു. അതൊക്കെയാണ് ഇത്തരം ദോഹകളൊക്കെ തന്നെ എഴുതാനും. ഇനി നമുക്ക് റഹീം എന്ന പ്രാചീന കവിയുടെ ഒരു ദോഹയുടെ പഠിക്കാം. हिंदी के लोकप्रिय कवियों में रहीम का नाम मुक्त कंठ से लिया जाता है. അപ്പൊ ഹിന്ദിയിലെ ലോകപ്രിയ കവികളിൽ റഹീമിന്റെ പേര് വളരെ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടുന്നതാണ്. ഉൻക പൂരാ നാം അബ്ദുൾ റഹീം ഖാൻ ഖാനാത്ത, അദ്ദേഹത്തിന്റെ പൂർണമായ പേര്. അപ്പൊ റഹീമിന്റെ പൂർണമായ പേര് എന്തായിരുന്നു? അബ്ദുൾ റഹീം ഖാൻ ഖാനാത്ത. ഇൻകാ ജന്മ, ഇദ്ദേഹത്തിന്റെ ജനനം സൻ 1556 ഈസ്വം കെ ലഗ്ഭഗ്, അതായത് ക്രിസ്തുവർഷം 1556 ലാഹോർ നഗർ, അതായത് അബ് പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ആര് ജനിച്ചത്? ഈ റഹീം എന്ന കവി ജനിച്ചത്. അക്ബർ ബാദശാഹ് സംരക്ഷക ബൈരം ഖാൻ കെ പുത്ര थे. അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷകനായിരുന്ന ബൈരം ഖായുടെ പുത്രനായിരുന്നു. റഹീം അക്ബർ കെ ദർബാർ കെ നവരത്നമേം സേ थे. റഹീം അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ, അതായത് 9 രത്നങ്ങളിൽ, 9 കവികളിൽ ഒരാളായിരുന്നു. 9 പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആര്? ഈ അക്ബർ. റഹീം അറബി, തുർക്കി, ഫാർസി തഥാ സംസ്കൃതത്തെ ആ പണ്ഡിതകെ. അപ്പൊ അറബിയിലും തുർക്കിയിലും ഫാർസി സംസ്കൃതത്തിലും ഒക്കെ അദ്ദേഹം വളരെ പാണ്ഡിത്യം ഉള്ള അദ്ദേഹത്തിന് ഒരുപാട് പാണ്ഡിത്യം ഉണ്ടായിരുന്നു. റഹീം സസൈ, ശൃംഗാർ സസൈ, രാസ പഞ്ചാധ്യായി, റഹീം രത്നാവലി ആദി ഇൻകി രചനായും. അദ്ദേഹത്തിന്റെ പ്രസിദ്ധ രചനകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ നോക്കാം, അദ്ദേഹത്തിന്റെ ദോഹ നോക്കാം നമുക്ക്. റഹീം വേ നർ ധന്യ ഹേ पर उपकारी अंग बांधन पारे को लगे जो मेहंदी को रंग. ഇവിടെയും
ആദ്യം പറഞ്ഞതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ആശയമുള്ള 2 വരി തന്നെയാണ് കേട്ടോ. അപ്പൊ റഹീം പറയുന്നത് ആ മനുഷ്യനാണ് ശ്രേഷ്ഠൻ. റഹീം 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 കഹത്തെ ഹേ, റഹീം പറയുന്നു വേ നർ ധന്യ ഹേ, ആ നരൻ, നരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യനാണ് ശ്രേഷ്ഠൻ. പർ ഉപകാരി അങ്ക്, എങ്ങനെയുള്ളവൻ? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവൻ. അപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ശ്രേഷ്ഠനായ മനുഷ്യർ. അല്ലയോ? നമുക്കറിയാം അല്ലയോ ശ്രേഷ്ഠനായ മനുഷ്യരാരാണ്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ. ബാണ്ടൻ പാരേക്കോ ലഗേ ജോ മെഹന്തിക്കോ രംഗേ. ഇതിന് ഉദാഹരണം പറഞ്ഞ എന്താണെന്നറിയാവോ? ബാണ്ടൻ പാരേക്കോ ലഗേ, അതായത് വീതിച്ചു കൊടുക്കുന്നവൻ, വീതിച്ചു കൊടുക്കുന്നവൻ. ജോ മെഹന്തിക്കോ രംഗ്, മെഹന്തി എന്തുവാണ്? മൈലാഞ്ചി. അങ്ങനെ അവന്റെ കയ്യിലേക്ക് മൈലാഞ്ചിയുടെ നിറം പറ്റുന്നു. അല്ലയോ? നമ്മൾ കുറച്ച് മൈലാഞ്ചിയൊക്കെ അരച്ച് കുറച്ച് ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുന്നു. ഈ വീതിച്ചു കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്നവന്റെ കയ്യിലേക്ക് എന്ത് പറ്റുന്നു? മൈലാഞ്ചിയുടെ നിറം പറ്റുന്നു. അപ്പോൾ വീതിച്ചു കൊടുക്കുന്നവന്റെ കയ്യിലേക്ക് മൈലാഞ്ചിയുടെ നിറം പറ്റുന്നു എന്ന് പറഞ്ഞു. അല്ലയോ? അതുപോലെ നമ്മുടെ കൈകൊണ്ട് എന്ത് ചെയ്താൽ, നമ്മൾ ദാനം ചെയ്താൽ, ഇല്ലാത്ത വ്യക്തികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പുണ്യം ആരിലേക്ക് തന്നെ വരുന്നു? നമ്മളിലേക്ക് തന്നെ വരുന്നു. അല്ലയോ? അതിനാൽ നമ്മുടെ കൈകളിലേക്ക് വരുന്നു, എന്നാൽ നമ്മളിലേക്ക് തന്നെ എത്തുന്നു. അപ്പൊ ആർക്കൊരു സഹായം ചെയ്താലും അതിന്റെ ഒരു പുണ്യം, ആ ഒരു നന്മ ആരിലേക്ക് തന്നെ എത്തിക്കോളും? ഈ സഹായം ചെയ്യുന്ന വ്യക്തിയിലേക്ക് തന്നെ എത്തിക്കോളും. അല്ലയോ? അല്ലെ? ഏറ്റവും വലിയ ഉപകാരം പരോപകാരം. അല്ലയോ? പരോപകാരമാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞത് മൈലാഞ്ചി. മൈലാഞ്ചിയാണ്, നമുക്കറിയാം അല്ലയോ? മൈലാഞ്ചി അല്ലെ വീതിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ നിറം നമ്മുടെ കൈകളിലേക്ക് പറ്റുന്നു. അതുപോലെ നമ്മുടെ കൈകൊണ്ട് ദാനം കൊടുക്കുമ്പോൾ, അതായത് ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ എന്താണ്? നമ്മളിലേക്ക് തന്നെ ആ പുണ്യം വന്ന് എത്തുന്നു. അപ്പോൾ ഇവിടെ എന്താണ് റഹീം പറഞ്ഞത്? പരോപകാരം കേട്ടോ, പരോപകാരമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ വായിച്ചേക്കാം. റഹീം വേ നർ ധന്യഹേ. റഹീം പറഞ്ഞ എന്താണ്? ആ മനുഷ്യനാണ് ശ്രേഷ്ഠൻ. പർ ഉപകാരി അങ്ക്, ഏത്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവൻ. അപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ആരെന്ന് പറഞ്ഞത്? ശ്രേഷ്ഠനെന്ന് പറഞ്ഞത്. അതിന്റെ ഉദാഹരണമാണ് എന്ത്? മൈലാഞ്ചി വീതിച്ചു കൊടുക്കുന്നവന്റെ കൈകളിലേക്ക് തന്നെ അതിന്റെ നിറം എത്തുന്നു. മനസ്സിലായല്ലോ? അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ 2 വായിച്ചു നോക്കണേ. ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്.